മലബാർ മേഖലയിലും പ്രചാരണത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ. വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിക്കുകയും വൈകിട്ട് റോഡ് ഷോ സംഘടിപ്പിച്ചുമാണ് ഇന്നത്തെ പ്രചാരണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രചാരണം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലാണ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ മണ്ഡലത്തിലും NDF സ്ഥാനാർത്ഥി പയ്യന്നൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുമാണ് പ്രചാരണത്തിൽ. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ പര്യടനം തുടരുന്നു. കുടുംബയോഗങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥന നടത്തുകയാണ്. UDF സ്ഥാനാർത്ഥി K സുധാകരൻ കണ്ണൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലും NDF സ്ഥാനാർത്ഥി C രഘുനാഥ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലുമാണ് വോട്ടു തേടുന്നത്. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ കുറ്റ്യാടി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. രാവിലെ കക്കട്ട് അമ്പലക്കുളങ്ങരയിലെ രക്തസാക്ഷി രവീന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പം സമർപ്പിച്ചായിരുന്നു തുടക്കം. ഷാഫി പറമ്പിലും വടകര കേന്ദ്രീകരിച്ച് പ്രചാരണം തുടരുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം കോഴിക്കോട് സൌത്ത് കേന്ദ്രീകരിച്ചാണ് പ്രചാരണം ആരംഭിച്ചത്. ആവേശത്തോടെ സ്വീകരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ നാട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചാണ് പ്രചാരണത്തിൽ. രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് BJP സ്ഥാനാർത്ഥി MT രമേശ്. ഏറനാട് മണ്ഡലത്തിലാണ് ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാവിലെ 9 മണി മുതൽ തന്നെ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുകയാണ് സ്ഥാനാർത്ഥി. മലപ്പുറം LDF സ്ഥാനാർത്ഥി V വസീഫ് വേങ്ങര കേന്ദ്രീകരിച്ചും UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടിയിലുമാണ് വോട്ടർമാരെ കാണുന്നത്. പൊന്നാനി LDF സ്ഥാനാർത്ഥി KS ഹംസ തിരൂരങ്ങാടിയിൽ വോട്ടു തേടിയെത്തി. UDF സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സംദാനി താനൂർ കേന്ദ്രീകരിച്ചാണ് പ്രചാരണത്തിൽ. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇന്ന് കോങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. രാവിലെ 8:30 തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ നെന്മാറ മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.